വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറെ അനുഗ്രഹപ്രദമായി മാറട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹവും സമൃദ്ധിയും കൊണ്ട് തിരുവചനത്തിൻ്റെ വെളിപ്പാട് വഴി നമ്മൾ അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടവരട്ടെ. നമുക്ക് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങാം. നമ്മൾ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ മനസ്സിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു നിമിഷം നമുക്കെല്ലാം കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എൻ്റെ മുൻപിലായിരിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. യേശുവേ, നീ ഏറ്റെടുക്കണമേ. അത്ഭുത കൃപയാൽ ഇവരെ നിറയ്ക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, തകർച്ചകളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും നീ വരെ വിട്ടുവയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ അത്ഭുത കൃപയാൽ ഇവരെ നിറയ്ക്കണമേ. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ രക്തം ഇവിടെ മേൽ തളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനമനുസരിക്കുന്നതിലൂടെ കിട്ടുന്ന ആ വിടുതൽ, ആ അനുഗ്രഹം പ്രാപിക്കുന്നവരായി ഇവരെ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പ്രത്യേകമായി അമ്മ ഈ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ,
ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്താ വിഷയം, ധ്യാന വിഷയം, കർത്താവ് എൻ്റെ ഇടയനായാൽ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്നുള്ള വചനമാണ്. സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ ഇന്ന് അനേകർക്ക് സുപരിചിതമാണ്. ഈ വചനം ചെറു കുഞ്ഞുങ്ങൾ പോലും കാണാതെ പഠിച്ചിട്ടുള്ള ഒരു വചനമാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ എന്നുള്ള ഈ തിരുവചനം. അനേകര് ദിവസവും ഈ തിരുവചനം ആവർത്തിച്ച് ഈ സങ്കീർത്തന ഭാഗം പറയാറുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, ദൈവാനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിന് ലഭിക്കുവാൻ വേണ്ടി ഈ സങ്കീർത്തന ഭാഗം ആവർത്തിച്ച് ഒരു ദിവസം പല പ്രാവശ്യം, അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവുമെങ്കിലും മുടങ്ങാതെ ചെല്ലുന്ന അനേക വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഈ അനുഗ്രഹം പ്രാപിക്കണം എന്നുള്ളത് തന്നെയാണ്. പച്ചയായ പുൽത്തകിടിയിലൂടെ നടത്തപ്പെടണം, അല്ലെ? അവിടുത്തെ അഭിഷേകം നിന്റെ ശിരസിലൂടെ ഒഴുകി നിറയണം. ഏത് മരണകരമായ അപകടകരമായ സാഹചര്യം ഉണ്ടായാലും അവിടുന്ന് വിടുതൽ പ്രാപിക്കണം. ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ദൈവം അത് നൽകും നമുക്ക്. തീർച്ചയായും ദൈവത്തിൻ്റെ മക്കൾക്ക് ഈ അനുഗ്രഹങ്ങൾ നൽകും. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അവിടുന്ന് നൽകുവാൻ അവിടുന്ന് ആശിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദാവീദ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ദാവീദ് നടത്തുന്ന ഒരു പ്രസ്താവനയാണിത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദാവീദ് നടത്തുന്ന ഒരു പ്രസ്താവനയാണിത്. യേശുവിനെ അഥവാ ദൈവത്തെ ഒരു ഇടയന്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ട്, ദൈവം എൻ്റെ ഇടയനായാൽ ഞാൻ ആടുകളെ പോലെ ആ ഇടയന്റെ കീഴിൽ നിന്നുകൊടുത്താൽ ഞാൻ എപ്രകാരം അനുഗ്രഹിക്കപ്പെടും, ആ ഇടയൻ എപ്രകാരം എന്നെ നയിക്കും, ഈ ആടായ എന്നെ ഇടയനായ ദൈവം എത്രയോ മനോഹരമായി പരിപാലിക്കും, വഴി നടത്തും. ആടായ എന്നെ സിംഹമോ കരടിയോ പിന്തുടർന്നാൽ, എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചാൽ ഇടയനായവൻ നോക്കി നിൽക്കുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. ഇതൊക്കെയാണ് ഈ ദാവീദ് തൻ്റെ പ്രസ്താവനയിലൂടെ ഇവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ യേശു അല്ലെങ്കിൽ ദൈവം എൻ്റെ ഇടയനായി മാറുമ്പോൾ എനിക്കൊന്നിൻ്റെയും കുറവുണ്ടാവുകയില്ല. നമുക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞിന് അമ്മയുള്ളിടത്തോളം കാലം, അമ്മയുടെ കൈകളിലായിരിക്കുന്നിടത്തോളം കാലം ആ കുഞ്ഞിന് ഒന്നിൻ്റെയും കുറവില്ല. അമ്മ കരുതിക്കോളും, അപ്പൻ കരുതിക്കോളും ആ കുഞ്ഞിന് ആവശ്യമുള്ളതെല്ലാം. ഇതുപോലെ ആടുകൾക്ക് ഒരു നല്ല ഇടയൻ എന്ന് പറയുന്ന വ്യക്തി, ആ ഇടയൻ എപ്പോഴും സമയാസമയങ്ങളിൽ എഴുന്നേൽപ്പിക്കുന്നു, വെള്ളം കൊടുക്കുന്നു, അതിന് പുല്ല് വെട്ടിക്കൊടുക്കുന്നു, അതിന് തിന്നാൻ പാകത്തിലുള്ള ഏറ്റവും ഗുണകരമായ ആ പുല്ല് കൊടുക്കുന്നു, അതിന് ഏറ്റവും നല്ല വിശ്രമമായ സ്ഥലത്തേക്ക് അതിനെ നയിക്കുന്നു, ഏറ്റവും തെളിനീരുള്ള വെള്ളത്തിൻ്റെ ചാലിലേക്ക് അതിനെ നയിച്ച്
വെള്ളം കുടിപ്പിക്കുന്നു. അതിനെ അപകടപ്പെടുത്തുവാൻ വന്യജീവികളെ മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഇടയൻ അതിൻ്റെ മുമ്പിൽ ഓടിയെത്തി ആ അപകടകരമായ അവസ്ഥയിൽ നിന്ന് ഈ ആടുകളെ സംരക്ഷിക്കുന്നു. ഇതൊക്കെ ഒരു നല്ല ഇടയനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആടുമായിട്ടുള്ള ബന്ധത്തിൽ ഉള്ള അനുഗ്രഹങ്ങളൊക്കെയാണ്. അതാണ് ഇവിടെ ദാവീദ് സങ്കീർത്തകൻ തൻ്റെ പ്രസ്താവനയിലൂടെ ഇവിടെ വെളിപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സങ്കീർത്തന ഭാഗം ഒരു ദിവസം ഒരു 5 പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യമോ അതിലധികമോ പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ച് ഈ വചനം, ഈ സങ്കീർത്തന ഭാഗം ചൊല്ലി കൊണ്ടിരുന്നാൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കാണും, എല്ലാ ദിവസവും ഈ സങ്കീർത്തനം 10 പ്രാവശ്യം വെച്ച് ചൊല്ലുക, അല്ലെങ്കിൽ ഒരു 100 വട്ടം ആവർത്തിക്കുക. അങ്ങനെ 100 വട്ടം ആവർത്തിച്ചാൽ അല്ലെങ്കിൽ 10 പ്രാവശ്യം ആവർത്തിച്ചാൽ നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കും എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളിത് ചെയ്യുന്നവരായിരിക്കാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ഒരു കാരണത്താൽ മാത്രം ഇതിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല. ഇതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ തിരുവചനം ഇത് തന്നെയാണ് അതിപ്രധാനമായ കാര്യം. ദാവീദ് 2 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് മുഴുവൻ പറയുമ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് ലഭിക്കും, സംരക്ഷണം കിട്ടും, പച്ചയായ പുൽത്തകടിയിൽ അവിടെ നിന്നെ നയിക്കുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കുന്നു, അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു, തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അവിടുത്തെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കുമെന്ന് ഈ ദാവീദ് സങ്കീർത്തകൻ തൻ്റെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആവർത്തിച്ചത് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിനത് പറയാം, ദാവീദിനത് പറയാം. ദാവീദിനത് അനുഭവമാണ്. എന്താ കാരണം എന്നറിയാവോ? ഒന്നാമത്തെ തിരുവചനം മറക്കരുത്. കർത്താവ് എൻ്റെ ഇടയനാകയാൽ. പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവ് എൻ്റെ ഇടയനാകയാൽ. കർത്താവാണ് എൻ്റെ ഇടയൻ. അതുകൊണ്ട് എനിക്കൊന്നിൻ്റെയും കുറവുണ്ടാവുകയില്ല. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശു നിങ്ങളുടെ ഇടയനാണോ? ഇടയനാണെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാം, പ്രതീക്ഷിക്കാം, ആവർത്തിച്ച് ചെല്ലാം, അത് ലഭിച്ചെന്നിരിക്കും. എൻ്റെ ചോദ്യം, യേശു നിങ്ങളുടെ ഇടയനാണോ? നിങ്ങളുടെ ഇടയനായി, നിങ്ങളെ നയിക്കുന്ന വ്യക്തിയായി, നിങ്ങളുടെ കർത്താവായി, നിങ്ങളെ നിയന്ത്രിക്കുന്ന നിയന്ത്രാവായി ഈ യേശുവിനെ നിങ്ങൾ മാറ്റിയിട്ടുണ്ടോ? ഇത് അതിപ്രധാനമായ കാര്യമാണ്. യേശു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കർത്തൃത്വം നടത്തുന്ന വ്യക്തിയായി, നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ അപ്പാടെ നിയന്ത്രിക്കുന്ന വ്യക്തിയായി യേശുവിനെ നിങ്ങൾ മാറ്റിയിട്ടുണ്ടോ? അങ്ങനൊരു അവസരം, ഒരു അവസരം നിങ്ങൾ യേശുവിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉറപ്പാണ്. ഹല്ലേലൂയ. ആ മേഖലയിലോട്ട് വരുമ്പോൾ
പണമായിരിക്കാം നിങ്ങളുടെ ഇടയൻ അല്ലെങ്കിൽ നിങ്ങളെ നയിക്കുന്നത്. പലരുടെയും ജീവിതത്തിൽ അവരുടെ ബുദ്ധി അവരെ ഗൈഡ് ചെയ്യുന്നു. അവരുടെ സ്ഥാനമാനങ്ങൾ അതാണ് അവർക്ക് പ്രധാനം. രാഷ്ട്രീയമായിരിക്കാം, അവരുടെ ബിസിനസ് ആയിരിക്കാം, മദ്യമായിരിക്കാം, കൂട്ടുകാരായിരിക്കാം, കൂട്ടുകെട്ടുകളായിരിക്കാം, ലോകസുഖങ്ങളോ ജഡിക താല്പര്യങ്ങളോ ആയിരിക്കാം, സ്പോർട്സ് താരങ്ങളോ മ്യൂസിക് താരങ്ങളോ സിനിമാ സ്റ്റാറുകളോ ആയിരിക്കാം, അവരവരാരാധിക്കുന്ന വ്യക്തികളോ പണമോ പ്രൗഢിയോ സ്ഥാനമോ മാനമോ സമ്പത്തോ എന്താണ് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന്? ഇതിനെല്ലാം മുകളിൽ യേശുവിന് നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ തലയും നിങ്ങൾ ശരീരവുമായിരിക്കുന്ന അവസ്ഥ ഇതാണ് കർത്താവ് എൻ്റെ ഇടയൻ എന്ന് പറഞ്ഞാൽ. ബൈബിൾ പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. കണ്ടോ? അപ്പൊ ഞാൻ നല്ല ഒരു ആടാണെങ്കിൽ, ഞാൻ യേശുവിൻ്റെ നല്ല ഒരു ആടാണെങ്കിൽ, ആ ആട് ഇടയന്റെ സ്വരം കേൾക്കും. വീണ്ടും പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആടുകൾ ഇടയന്റെ ശബ്ദം തിരിച്ചറിയുന്നു, ഇടയന്റെ ശബ്ദം കേൾക്കുന്നു. അപ്പൊ ആടിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ ആ ഇടയൻ എന്ന് പറയുന്നത് യേശുവാ. യേശുവാകുന്ന ആ ഇടയന്റെ ശബ്ദം കേൾക്കുവാനും യേശുവാകുന്ന ഇടയന്റെ ശബ്ദം തിരിച്ചറിയുവാനും പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഈ ലോകത്തിൽ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ നല്ല ഒരു ആടാണ്. ഈ ലോകത്തിൻ്റെ ഈ സംസ്കാരം, ലോക സംസ്കാരം, അതിൻ്റെ നടുവിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ ലോകത്തിൻ്റെതായ അനേക സ്വരങ്ങൾ, അഭിപ്രായങ്ങൾ, ശബ്ദങ്ങൾ എല്ലാം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ, ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തീരുമാനമെടുക്കേണ്ടതായിട്ട് വരുമ്പോൾ, ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നിങ്ങൾ ആരുടെ ആലോചനയായിരിക്കും നടപ്പിലാക്കുന്നത്? ആരോടാണ് ആലോചന ചോദിക്കുന്നത്? ആരുടെ ഇഷ്ടമാണ് നിങ്ങൾ നടത്താൻ ശ്രമിക്കുന്നത്? കൂട്ടുകാർ പറയുന്നതോ, നാട്ടുകാർ പറയുന്നതോ, പാരമ്പര്യം പറയുന്നതോ, അതോ ദൈവം പറയുന്നതാണോ? ദൈവത്തിൻ്റെ അഭിപ്രായമാണോ? ദൈവത്തിൻ്റെ ഇഷ്ടമാണോ? ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നു, ആ വചനം പറയുന്നതാണോ നിങ്ങൾ അനുസരിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ തിരിച്ചറിയുന്നു. പ്രിയമുള്ളവരെ, ജീവിതയാത്രയിൽ, ലോകയാത്രയിൽ, നമ്മൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മൾ നയിക്കപ്പെടേണ്ടത് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാണ്, ദൈവത്തിൻ്റെ സ്വരം കേട്ടാണ്. ദൈവത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കണം, ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കണം. ദൈവത്തിൻ്റെ ശബ്ദത്തേക്കാൾ അപ്പുറമായി കൂട്ടുകാരുടെ ശബ്ദത്തിന്, നാട്ടുകാരുടെ ശബ്ദത്തിന്, മറ്റൊരു ശബ്ദത്തിനും നമ്മൾ ഇടം കൊടുക്കരുത്. അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിലാണ് യേശു ഇടയനായിട്ട് മാറുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് യേശു എൻ്റെ ഇടയനാണ്, കർത്താവാണ് എൻ്റെ ഇടയൻ എന്ന് അവകാശത്തോടെ, പ്രാഗൽഭ്യത്തോടെ, വിശ്വാസത്തോടെ പറയാനോ പ്രഖ്യാപിക്കാനോ സാധിക്കുകയുള്ളൂ. ദൈവത്തെ അനുസരിക്കുന്ന, ദൈവവചനം അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ അനുസരിക്കുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച് എന്താ പറയുന്നത്? അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. ആ അമ്മയെപ്പോലെ ആ അമ്മയ്ക്ക് തൻ്റെതായ തീരുമാനങ്ങളോ തൻ്റെതായ ഇഷ്ടങ്ങളോ തൻ്റെതായ ആഗ്രഹങ്ങളോ ഇല്ല. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി തന്നെ ഏൽപ്പിച്ചു കൊടുത്തവൾ
പരിശുദ്ധ കന്യകാ മാതാവ്. ഇതാണ് യേശു നമ്മുടെ ഇടയനായിട്ട് മാറുമ്പോൾ സംഭവിക്കുന്നത്. ഇതാ, അവൻ നയിക്കുന്ന വഴിയെ, അവൻ പറയുന്ന വഴിയെ, അവൻ അടിക്കുന്നതിൻ്റെ പുറകെ പോകുന്നവനാണ് ആട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവൻ, ഈ യേശുവിനെ അങ്ങനെ കർത്താവായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ചവൻ, അവന് മാത്രമേ ഈ വാഗ്ദത്തങ്ങൾ അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. കർത്താവാണ് എൻ്റെ ഇടയൻ. യേശു നിങ്ങളുടെ ഇടയനായി മാറുന്നു എങ്കിൽ നിങ്ങൾക്കൊന്നിൻ്റെയും കുറവുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ അവസാനം 6-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. ആരുടെ? ഇടയൻ്റെ. ഇടയൻ്റെ നന്മയും കരുണയും, അവൻ്റെ സകല നന്മകളും എന്നെ അനുഗമിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇടയൻ മുൻപേ പോകുമ്പോൾ ഇടയൻ്റെ പുറകെ ആട് പോവുകയാണ്. ആട് ഇടയൻ്റെ പുറകെ പോകുന്നത്. അങ്ങനെ ആട് ഇടയൻ്റെ പുറകെ പോകുമ്പോൾ ഇടയൻ്റെ നന്മയും അനുഗ്രഹങ്ങളെല്ലാം ഈ ആടിൻ്റെ പുറകെ വരിക. എന്നെ അനുഗമിക്കും, എന്നെ അനുഗമിക്കും. പ്രിയമുള്ളവരെ, നന്മയും കരുണയും തേടി നിങ്ങൾ എങ്ങും പോകണ്ട. ഒരനുഗ്രഹത്തിൻ്റെ പുറകെയും നിങ്ങൾ പോകേണ്ട, നിങ്ങൾ ഓടണ്ട. ഇന്ന് പലരും ഓരോ ദിവസങ്ങളും അനുഗ്രഹം തേടി അനുഗ്രഹത്തിൻ്റെ സ്ഥലങ്ങളിലോട്ട് ഓട്ടമ പരക്കം പാച്ചില. എവിടെ ചെന്നാലും എനിക്ക് അനുഗ്രഹം കിട്ടും, വിടുതൽ കിട്ടും. നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ പുറകെ പോകണ്ട, അനുഗ്രഹം നിന്റെ പുറകെ വരും. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. നിങ്ങൾ യേശുവിനെ അനുഗമിച്ചാൽ നിന്റെ പുറകെ ആ അനുഗ്രഹങ്ങൾ വന്നോളും. യേശുവിനെ നീ അനുഗമിക്കുമ്പോൾ അവൻ്റെ അനുഗ്രഹമെല്ലാം നിന്നെ അനുഗമിച്ചോളും. പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരമായ തിരുവചനമായത്. അതുകൊണ്ട് യേശുവിനെ രക്ഷകനായി, കർത്താവായി, ഇടയനായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കാതെ, ഏറ്റെടുക്കാതെ, ഈ സങ്കീർത്തനം 100 വട്ടം നിങ്ങൾ പറഞ്ഞാലും, ആവർത്തിച്ച് പറഞ്ഞാലും, ഇത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞാലും ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായി തിരുവചനത്തിനെല്ലാം പ്രാധാന്യം കൊടുക്കണം. വചനം അനുസരിക്കണം, വചനം ജീവിതത്തിലോട്ട് സ്വീകരിക്കണം. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരണം. അപ്പോൾ അവൻ്റെ അനുഗ്രഹമെല്ലാം നിന്നെ അനുഗമിച്ചോളും. ഈ അഭിഷേകം വചനമനുസരിക്കുവാൻ, യേശു നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ വന്ന് നിറയാൻ, യേശു നമ്മുടെ കർത്താവായി ഭരണം നടത്താൻ, യേശു നമ്മുടെ ഇടയനായി നിയന്ത്രണം ഏറ്റെടുക്കുവാനുള്ള ഈ അഭിഷേകവും കൃപയും നമുക്ക് ലഭിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അർത്ഥമറിയാതെ, യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നമ്മൾ വെറുതെ ആട്ടമാടിപ്പോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പിയോദിക്കാം. നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. യേശുവേ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവായി വരണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം മുഴുവൻ അങ്ങ് ഏറ്റെടുക്കണമേ. നീ എൻ്റെ ഇടയനായി മാറണമേ. യേശുവിനെ നിങ്ങളുടെ ഇടയനായി യഥാർത്ഥമായി നിങ്ങൾ സ്വീകരിക്കുക. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് യേശുവിനെ നിങ്ങളുടെ ഇടയനായി നിങ്ങൾ മാറ്റുമ്പോൾ അവൻ്റെ നന്മയും കരുണയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ അഭിഷേകം, ഈ കൃപ
നമ്മുടെ മേൽ കടന്നു വരുവാൻ ഈ ഇരു കരങ്ങളെയും ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ മേൽ അഭിഷേകം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ, ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, മനസ്സ് തുറക്കപ്പെടട്ടെ, ബുദ്ധിയിലെ അന്ധകാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അജ്ഞതകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് നിറയട്ടെ, ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വചനത്തിന്റെ വെളിപ്പാടുകൾ ഇവര് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കണം. വചനം അനുസരിക്കുവാൻ, നിന്നെ ഹൃദയത്തിൽ യഥാർത്ഥമായി സ്വീകരിക്കുവാൻ കൃപയൊഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. യേശുവേ, ഇവരുടെ ജീവിതത്തിൽ നീ ഭരണം നടത്തണമേ, നീ നിയന്ത്രണം ഏറ്റെടുക്കണമേ, നീ കർത്താവായി, നീ രാജാവായി ഭരണം നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നല്ല ഇടയനായി, ഇടയന്റെ അഭിഷേകത്തിലേക്ക് ഇവരെ നയിക്കണമേ. നല്ല ഇടയനായി ഇവരുടെ ജീവിതത്തിൽ നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ, അജ്ഞതകൾ മാറട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, അശുദ്ധികൾ, പാപങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. ലോക ശബ്ദത്തേക്കാൾ നിന്റെ ശബ്ദം അനുസരിക്കുവാൻ, നിനക്ക് പ്രാധാന്യം നൽകുവാൻ ആ അഭിഷേകത്തിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി ഈ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ഇപ്പോൾ ജനലക്ഷങ്ങളിലേക്ക് ഈ കൃപയൊഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി, അഭിഷേകം എല്ലാവരുടെ ചിന്തകളെ, ബുദ്ധിയെ, മനസ്സിനെ, ചിന്തകളെ ശുദ്ധീകരിക്കട്ടെ, അഭിഷേകമായി മാറട്ടെ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, നൽകിയതിനായി, കൃപ ചൊരിഞ്ഞതിനായി, അനുഗ്രഹം ഭക്ഷിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി